ഹലോ അസ്സലാമു അലൈക്കും. നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പോയ ഒരു മൂന്നാർ വ്ളോഗിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത്. നമ്മളൊരു 10-12 പേര് ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ നമ്മളൊരു ടെമ്പോ ഒക്കെ വിളിച്ചിട്ടാണ് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. രാവിലെ ഒരു 6-6:30 മണിക്കാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതാ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി കുറച്ച് വണ്ടിയിലെ വിശേഷങ്ങൾ കണ്ടാലോ. അപ്പോൾ പോകുന്ന വഴിക്ക് വേറൊരു ഫ്രണ്ടിനെ കൂടെ പിക്ക് ചെയ്തിട്ട് പിന്നെ നേരെ പോയത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ നമ്മൾ മൂന്നാർ എത്തുമ്പോൾ ലഞ്ചിനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ റൂമിലേക്കും നമ്മളെ പ്രോപ്പർട്ടിയിലേക്കൊക്കെ പോകുന്നത്. ഉച്ചയ്ക്ക് നല്ല ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് മൂന്നാറിൽ നമ്മൾ ബുക്ക് ചെയ്ത പ്രോപ്പർട്ടിയിലേക്കാണ്. അപ്പോൾ സദേൺ പനോരമ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. നല്ലൊരു പ്രോപ്പർട്ടി ആയിരുന്നു. അത്യാവശ്യം ഏരിയ ഉണ്ട്, നല്ല ഭംഗിയുള്ള, നടന്ന് കാണാൻ ഒരുപാട് ഏരിയ ഉള്ള നല്ലൊരു പ്രോപ്പർട്ടിയിലാണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എത്തിയപാടെ തന്നെ നമ്മൾ നല്ലൊരു വെൽക്കം ഡ്രിങ്കിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്ത് അങ്ങനെ വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ച് പിന്നെ നേരെ നമ്മൾ റൂമിലൊക്കെ പോയി ഫ്രഷായി പിന്നെ ഈ പ്രോപ്പർട്ടി മൊത്തം ഒന്ന് നടന്ന് കണ്ടു കേട്ടോ. എല്ലാ റൂംസും കുറച്ച് ഡിസ്റ്റൻസിലായതുകൊണ്ട് തന്നെ ഇവിടുന്ന് അവർ ജീപ്പിൽ നമ്മളെ ലഗേജും നമ്മളൊക്കെ കൂട്ടിയിട്ട് റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യും കേട്ടോ. ഫ്രഷായി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല കോട മഞ്ഞും പിന്നെ നല്ലൊരു ക്ലൈമറ്റും ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ എല്ലാവരും കൂടിയിട്ട് പൂളിലേക്കാണ് പോയത്. ഇവിടുത്തെ അത്യാവശ്യം വലിയൊരു പൂളാണ്. അവിടെ പോയിട്ട് കുറച്ച് നേരം പിന്നെ പൂളിലുള്ള സ്പെൻഡിങ് ആയിരുന്നു കേട്ടോ നമ്മുടേത്. അങ്ങനെ പൂൾ ടൈമൊക്കെ കഴിഞ്ഞ് ചെറിയൊരു ചായ സ്നാക്സൊക്കെ കഴിച്ചപ്പോഴത്തേക്കും സൺസെറ്റിനുള്ള ടൈമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ റൂമിൽ പോയിട്ട് ഒന്ന് ഫ്രഷായി വരുമ്പോഴത്തേനും നമ്മുടെ റൂമിൽ ഇങ്ങനെ ഒരു പട്ടിക്കുട്ടി ഇങ്ങനെ വന്നിരിക്കുന്നുണ്ടായിരുന്നു. ആ ടൈം ആകുമ്പോഴത്തേനും നല്ലൊരു ക്ലൈമറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഫുള്ള് കോടമഞ്ഞും നല്ലൊരു തണുപ്പൊക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ നേരെ ടെമ്പോ പിടിച്ച് വീണ്ടും നമ്മൾ ഫുഡ് കഴിക്കാൻ രാത്രിക്കുള്ള ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മളിതാ കുറച്ച് കലാപരിപാടികളായിരുന്നു കേട്ടോ. ചെറിയൊരു പാട്ടും പിന്നെ ഡംസാഷൊക്കെ കളിച്ചിട്ട് അന്നത്തെ രാത്രി നമ്മൾ കിടന്നുറങ്ങി കേട്ടോ. മോർണിംഗ് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ തുടങ്ങുന്നത്. കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനല്ലെങ്കിലും എല്ലാവർക്കും ഭയങ്കര തിരക്കാണല്ലോ അല്ലേ. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ കഴിച്ചിട്ടാണ് ബാക്കി പരിപാടികൾ. ഫുഡ് കഴിച്ചതിന് ശേഷം പ്രോപ്പർട്ടിയുടെ അടുത്ത് തന്നെയുള്ള കുറച്ച് സ്പോട്ടുകളിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ചെറിയൊരു കേവും പിന്നെ സിപ്പ് ലൈനും സ്കൈ സൈക്ലിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും വേറൊരു സ്പോട്ടിലേക്ക് പോയി അവിടെ അടുത്ത് തന്നെയുള്ള നല്ലൊരു ഭംഗിയുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്പോട്ടിൽ നിന്ന് നല്ലൊരു കോഫിയൊക്കെ കുടിച്ച് കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ നാട്ടിലേക്ക് തന്നെ യാത്ര തിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് പാരഗണി കയറി നല്ലൊരു ഫുഡ് അടിയും കഴിഞ്ഞതോടെ എല്ലാവരും തൃപ്തിയായിട്ടോ. അപ്പോൾ ഭയങ്കര രസമായിരുന്നു. എല്ലാവരും കൂടിയിട്ട് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ലൊരു ട്രിപ്പായിരുന്നു. അപ്പോൾ പാരഗണിയിൽ എത്തിയാൽ എന്തായാലും നല്ല നൂൽ പൊറോട്ടം, അപ്പം, ഫിഷ് മാംഗോ കറി, ബീഫൊക്കെ മസ്റ്റാണല്ലോ അല്ലേ. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഓരോ ഡ്രിങ്ക്സും കുടിച്ച് നമ്മൾ വീണ്ടും തിരിക്കുകയാണ് നമ്മുടെ നാട്ടിലേക്ക് തന്നെ. അപ്പോൾ അത് അവസാന നിമിഷങ്ങളിൽ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ട്രിപ്പ് തന്നെയായിരുന്നു കേട്ടോ ഇത്.